കാസർഗോഡൻ കാർഷിക മേഖലയിൽ പെൺകരുത്തിന്റെ പ്രതീകമായി നമോ ഡ്രോൺ ദീദിമാർ. ജില്ലയിലാകെ 264 കർഷകരുടെ 600 ഏക്കറോളം കൃഷിയിടത്തിലാണ് ദീദി പൈലറ്റുമാർ ഡ്രോൺ പറത്തിയത്. ഏക്കറുകൾ നീണ്ടുകിടക്കുന്ന കൃഷിയിടത്തിൽ വളമിടാനും കീടനാശിനി തെളിക്കാനും ആളെ കിട്ടാതെ വിഷമിക്കുന്ന കർഷകരുടെ കാലം കഴിഞ്ഞു. പറന്നു ചെന്ന് പണി തീർക്കാൻ ജില്ലയിലെ പാടശേഖരങ്ങളിൽ ഇപ്പോൾ ഡ്രോൺ ദീദിമാർ സജീവമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നമോ ഡ്രോൺ ദീദി പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിലാണ് ജില്ലയിലെ 7-അംഗ വനിതാ സംഘം ഡ്രോൺ സഹായത്തോടെയുള്ള കൃഷി പരിപാലനവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായി ജില്ലയിലെ കർഷകർക്ക് ഈ പദ്ധതി വലിയ തോതിൽ ഉപകാരപ്പെടുന്നുണ്ട്. ഇതിനോടകം ജില്ലയിലെ 264 കർഷകരുടെ 600 ഏക്കറോളം വരുന്ന കൃഷിയിടങ്ങളിലാണ് ഈ ഡ്രോൺ സേവനം ലഭിച്ചത്. മണിക്കൂറുകളോ ദിവസങ്ങളോ എടുക്കുന്ന ജോലികൾ മിനിറ്റുകൾക്കുള്ളിൽ കൃത്യതയോടെ തീർക്കാൻ ഈ ഡ്രോൺ ദീദിമാർക്ക് സാധിക്കുന്നുണ്ട്. നീതു AV, സക്കീന PS, ശ്രുതി PS, രജനി K, ജിജി സതീഷ്, ശ്രുതി അനിൽ, സിൽന KV എന്നിങ്ങനെ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലായി താമസിക്കുന്ന ഈ 7 വീട്ടമ്മമാരും ഡ്രോൺ പറത്താനുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒത്തുചേരുകയും തങ്ങളുടെ ഡ്രോണുകളും ബാറ്ററി പാക്കപ്പുമായി ജോലിസ്ഥലത്തേക്ക് പോകുകയാണ് പതിവ്. ഓരോരുത്തരുടെയും ബാറ്ററികൾ മാറി മാറി ഉപയോഗിക്കുന്നത് വഴി ഇവർക്ക് 1.5 മണിക്കൂറുകളോളം തുടർച്ചയായി ഡ്രോൺ പറത്താൻ സാധിക്കും. ഏക്കർ കണക്കിന് കൃഷിയിടത്തിൽ ഫെർട്ടിലൈസർ ചെയ്യാൻ ഈ സമയം കൊണ്ടാവും. തൊഴിലാളികളെ വെച്ച് ആഴ്ചകളോളം ചെയ്യേണ്ട ജോലി 1-2 മണിക്കൂറുകൾ കൊണ്ട് കീടനാശിനി തെളിക്കാൻ ഡ്രോൺ ഉപയോഗിച്ച് കഴിയുമെന്ന് ഡ്രോൺ ദീദിമാരിൽ ഒരാളായ പൊയ്നാച്ചി തൂവൾ സ്വദേശി രജനി K പറയുന്നു. പ്രധാനമായിട്ടും നമ്മൾ നെൽകൃഷിക്കും പച്ചക്കറിക്കുമാണ് ഇപ്പൊ ചെയ്യുന്നത്. പിന്നെ റബ്ബറിന് എല്ലാം ചെയ്യാൻ നമ്മളെ വിളിക്കുന്നുണ്ട്. പക്ഷെ അത് കവുങ്ങിനാണ് കൂടുതൽ കർഷകർ വിളിക്കുന്നത്. പക്ഷെ കവുങ്ങിനാകുമ്പോ ഇത് അടിയിന്ന് കൊടുക്കുന്നതിനെ കൊണ്ട് നമുക്ക് അത്രക്ക് നമുക്കൊരു എക്സ്പെർട്ട് ആയിട്ടില്ല. പക്ഷെ ഇപ്പൊ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത് നെൽകൃഷിയും പച്ചക്കറിയുമാണ്. ഡ്രോൺ ഉപയോഗിച്ചുള്ള കൃഷിരീതി ഏറെ ഉപകാരപ്രദമാണെന്ന് കർഷകനായ സുനിൽ കുമാർ പറഞ്ഞു. ഒരുപാട് ദിവസത്തെ പരിശ്രമം ഉണ്ടാവും. മഴ ഉണ്ടാകുമ്പോൾ നമുക്ക് മരുന്നടിക്കാനുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. ഇവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് 1.5 മണിക്കൂറിനകത്ത് നമ്മളെ മൊത്തം മരുന്നടിച്ച് തീർക്കാനുള്ള സംവിധാനമുണ്ട്. ഇത് സമയലാഭത്തോടൊപ്പം കർഷകരുടെ അധ്വാന ഭാരവും ഗണ്യമായി കുറയ്ക്കുന്നു. കൃത്യമായ പരിശീലനം പൂർത്തിയാക്കി ഇവർ കർമ്മരംഗത്ത് സജീവമായതോടെ കാസർഗോഡിൻ്റെ കാർഷിക മേഖലയിൽ വലിയൊരു മാറ്റത്തിനാണ് വഴി തുറക്കുന്നത്. കാർഷിക മേഖലയ്ക്ക് പുത്തനുണർവ് നൽകുന്നതോടൊപ്പം തന്നെ വനിതകൾക്ക് സ്വയം തൊഴിലും വരുമാനവും ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. കഴിഞ്ഞ 2 വർഷത്തെ വിജയകരമായ മുന്നേറ്റത്തിനു ശേഷം പദ്ധതി കൂടുതൽ വിപുലീകരിക്കാനുള്ള ശ്രമത്തിലാണ് ഇവർ. ജില്ലയിലെ പ്രധാന കാർഷിക വിളകളായ കമുക് കൃഷിക്കും റബ്ബർ കൃഷിക്കും ഡ്രോൺ ഉപയോഗിച്ച് കീടനാശിനി തെളിക്കാനായാൽ ഏറെ കർഷകർക്ക് പ്രയോജനകരമായി തീരും ഇവരുടെ സേവനങ്ങൾ. അതുവഴി ഇവർക്ക് കൂടുതൽ തൊഴിൽ ദിനങ്ങളും ഉയർന്ന വരുമാനവും ഉറപ്പാക്കാൻ സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. കാർഷിക മേഖലയിൽ പെൺകരുത്തിൻ്റെ പ്രതീകമാവുകയാണ് കാസർഗോഡ് ജില്ലയിലെ ഈ ദീദി പൈലറ്റുമാർ. കേന്ദ്ര സർക്കാരിൻ്റെ നമോ ഡ്രോൺ ദീദി പദ്ധതി പ്രകാരം സംസ്ഥാന കുടുംബശ്രീ മിഷന്റെ സഹകരണത്തോടെ ജില്ലയിൽ നിന്നുള്ള 7-അംഗ വനിതാ സംഘമാണ് ഡ്രോൺ ഉപയോഗിച്ചുള്ള കാർഷിക പരിപാലനവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇതുപ്രകാരം കഴിഞ്ഞ 2 വർഷം കൊണ്ട് 600 ഏക്കർ കൃഷിഭൂമിയിലാണ് ഈ ഡ്രോൺ ദീദി പൈലറ്റുമാർ തങ്ങളുടെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് കൃഷിയിടത്തിൽ വളമിടുകയും കീടനാശിനി തളിക്കുകയും ചെയ്തിട്ടുള്ളത്. കാസർഗോഡ് പൊയ്നാച്ചിയിൽ നിന്നും K. സതീശൻ, ദൂരദർശൻ ന്യൂസ്.